ഹലോ, ബിൽഡിയർ കരിയറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് കാലമായില്ലേ നമ്മളൊക്കെ കണ്ടിട്ടിട്ട്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഇനി എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ ഹെൽത്തിനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പം നമുക്ക് ഇവിടെ ഇന്ന് നോക്കുന്നത് റെയിൽവേ ബഡ്ജറ്റാണ്. നമ്മുടെ NTPCയുടെ റിവിഷൻ സീരീസ് ഒക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞു. അതിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കേട്ടതിൽ. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡിക്കും നിങ്ങൾ ആ സപ്പോർട്ട് എല്ലാം കണ്ടിന്യൂ ചെയ്യണം. അപ്പം ഇനിയിപ്പം NTPCയുടെ ക്ലാസ്സുകൾ ഉണ്ടാവില്ലേ എന്ന് ഡൗട്ട് ഉള്ളവർക്ക് ടെൻഷൻ വേണ്ട. നമ്മൾ എന്തായാലും ഫൈനലായിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് ഇപ്പം മാത്സ്, സയൻസ്, ജനറൽ നോളേജ്, റീസണിങ്, കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും ക്ലാസ്സുകൾ ചെയ്യണതായിരിക്കും കേട്ടോ. NTPCയെ ബേസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്തായാലും ഒരു വീക്ക്ലി 2-3 ക്ലാസ്സുകൾ നമ്മൾ NTPCക്ക് വേണ്ടി തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഈ ഒരു ക്ലാസ് റെയിൽവേയുടെ എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആണ്. ഞാൻ എന്നും പറയുന്നത് പോലെ നമ്മൾ തരുന്ന ഏതൊരു ക്ലാസ്സും എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഒന്ന് കണ്ടു നോക്കുക. കാണുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: When was the railway budget merged with the general budget? റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും മെർജ് ആയത് എന്നാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു? റെയിൽവേ ബഡ്ജറ്റ് വേറെ, ജനറൽ ബഡ്ജറ്റ് വേറെ ആയിട്ടാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. 2017 എന്ത് സംഭവിച്ചത്? റെയിൽവേ ബഡ്ജറ്റ് കൂടെ ജനറൽ ബഡ്ജറ്റിന്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് അത് യൂണിയൻ ബഡ്ജറ്റ് ആയിട്ട് നമ്മൾ അവതരിപ്പിച്ചു തുടങ്ങിയത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? അടുത്തത്: ഹു പ്രസന്റ്സ് ദ റെയിൽവേ ബഡ്ജറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഫിനാൻസ് മിനിസ്റ്റർ, ഇന്ത്യയുടെ സാമ്പത്തിക കാര്യ മന്ത്രിയാണ്, അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ ആണ് എന്ത് അവതരിപ്പിക്കുന്നത്? റെയിൽവേ ബഡ്ജറ്റ്. കാരണം എന്താണ്? യൂണിയൻ ബഡ്ജറ്റിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട്, ജനറൽ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ റെയിൽവേ ബഡ്ജറ്റ് കൂടെ അവതരിപ്പിക്കുന്നത്. സോ ഫിനാൻസ് മിനിസ്റ്റർ ആണ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് ഇയർ വാസ് ദ ഫസ്റ്റ് റെയിൽവേ ബഡ്ജറ്റ് പ്രസന്റഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തത്, അവതരിപ്പിച്ചത് എന്നാണെന്നാണ് ചോദിക്കുന്നത്. 1924 ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഓക്കെ, 1924 ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ആ 3 കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അല്ലെ? അടുത്തത്: വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദ മെർജർ ഓഫ് ദ റെയിൽവേ ബഡ്ജറ്റ് വിത്ത് ദ ജനറൽ ബഡ്ജറ്റ്? റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും കൂടെ മെർജ് ചെയ്യണം, ഒരുമിച്ച് ചേർത്ത് ഒരു യൂണിയൻ ബഡ്ജറ്റ് ആയിട്ട് ഇനി മുതൽ അവതരിപ്പിക്കാം എന്നുള്ള ആ ഒരു നിർദ്ദേശം ഏത് കമ്മിറ്റിയാണ് ഗവൺമെന്റിന് മുന്നിൽ വച്ചത് എന്നാണ് ചോദിക്കുന്നത്. അതാരായിരുന്നു? ബിബേക് ദെബ്രോയ് കമ്മിറ്റിയാണ് റെയിൽവേ ബഡ്ജറ്റും ഈ ഒരു യൂണിയൻ ജനറൽ ബഡ്ജറ്റും കൂടെ ഒരുമിച്ച് ചേർത്ത് ഒരു ബഡ്ജറ്റ് ആയിട്ട് അവതരിപ്പിക്കാം എന്നുള്ള നിർദ്ദേശം വെച്ചത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അടുത്തത്: what is the primary source of revenue for Indian Railways? ഇന്ത്യൻ റെയിൽവേയുടെ വരുമാന സ്രോതസ്, പ്രാഥമിക വരുമാന സ്രോതസ്, പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഫ്രൈറ്റ് ചാർജസ് ആണ്. അതായത് ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ, പ്രത്യേകിച്ച് ഈ പറയുന്ന കോള്, അയൺ ഓർ, സിമന്റ് ഇങ്ങനത്തെ സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ വഴി കിട്ടുന്ന ആ ഒരു വരുമാനമാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത്. മൊത്തം വരുമാനത്തിന്റെ ഒരു 65 മുതൽ 70% വരെ ഈ ഒരു രീതിയിലുള്ള വരുമാനമാണ് ആർക്ക് കിട്ടുന്നത്? ഇന്ത്യൻ റെയിൽവേക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ: what is the full form of IRFC in relation to railway finance? റെയിൽവേ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു വേർഡാണ് IRFC എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ? അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അടുത്തത്: what was the theme of the railway budget 2024? 2024 റെയിൽവേ ബഡ്ജറ്റിന്റെ തീം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. എന്തായിരുന്നു? വന്ദേ ഭാരത് ആൻഡ് സെമി ഹൈ സ്പീഡ് റെയിൽ, അതായിരുന്നു
2024 തീം എന്ന് പറയുന്നത് എന്തായിരുന്നു? വന്ദേ ഭാരത് ട്രെയിനുകളുടെ പ്രൊഡക്ഷൻ കൂട്ടുക അല്ലെ. നമ്മളിപ്പം നമ്മുടെ ഇന്ത്യയിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ വളരെയധികം ജനപ്രിയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അവരുടെ പ്രൊഡക്ഷൻ കൂട്ടുക. പിന്നെന്താണ്? സെമി ഹൈ സ്പീഡ് റെയിലിന്റെ ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, റെയിൽ കോറിഡോർസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളായിരുന്നു 2024 ബഡ്ജറ്റിന്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, what is the target year for Indian Railways to achieve net zero carbon emissions? അതായത് ഈ റെയിൽവേ ട്രെയിൻ അല്ലെങ്കിൽ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള കാർബൺ എമിഷൻസ് കുറയ്ക്കുക, അത് സീറോയിലേക്ക് എത്തിക്കുക എന്നൊരു ടാർജറ്റ് ഏത് വർഷം പൂർത്തീകരിക്കാനാണ് ഇന്ത്യൻ റെയിൽവേ ഉദ്ദേശിച്ചിരിക്കുന്നത്? 2030 കൂടിയിട്ട് സീറോ കാർബൺ എമിഷൻ എന്നുള്ള ടാർജറ്റ് അച്ചീവ് ചെയ്യണം എന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ തീരുമാനം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രിഫിക്കേഷൻ ചെയ്യുക. അപ്പൊ എന്താണ്? നമുക്ക് ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുമ്പം കോൾ അല്ലാത്ത രീതിയിലുള്ള ബാക്കിയുള്ള എന്താണ് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഇലക്ട്രിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് റെയിൽവേയുടെ ടാർജറ്റ് അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, what is the main objective of the PM Gati Shakti initiative related to railways? റെയിൽവേയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണ് PM Gati Shakti എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഡെവലപ്പിംഗ് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റി. എന്താണ് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് റെയിൽവേയുടെ ലോജിസ്റ്റിക്സും അതുപോലെ ഫ്രൈറ്റ് എഫിഷ്യൻസി. നമ്മൾ ഈ ഒരു ഫ്രൈറ്റ് നമ്മൾ പറഞ്ഞു അല്ലെ, ഫ്രൈറ്റ് ട്രാൻസ്ഫർ വഴിയാണ് എന്ത് കിട്ടുന്നത്? റെയിൽവേക്ക് ഏറ്റവും അധികം വരുമാനം കിട്ടുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ എഫിഷ്യൻസിയും ലോജിസ്റ്റിക്സിന്റെ ഇംപ്രൂവ്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാനാണ് എന്ത് ഇനീഷ്യേറ്റീവ് വന്നിരിക്കുന്നത്? PM ഗാട്ടി ശക്തി ഇനീഷ്യേറ്റീവ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, which railway project aims to develop bullet train corridors in India? ഇന്ത്യയില് ബുള്ളറ്റ് ട്രെയിൻ കോറിഡോർസ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് വന്ന റെയിൽവേയുടെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു എന്ത്? മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ എന്ന് പറയുന്നത്. ഈ ഒരു മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ ഉണ്ടല്ലോ, ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റ് ആയിരുന്നു. അത് യൂസ് ചെയ്തിരുന്നത് ജാപ്പനീസ് ഷിൻകാൻസെൻ ടെക്നോളജിയാണ്. ഓക്കെ, ജാപ്പനീസ് ഷിൻകാൻസെൻ ജാപ്പനീസ് സ്പെല്ലിംഗ് ഞാൻ ഇവിടെ എഴുതി തരാം. ഞാൻ പറയുമ്പോൾ അത് വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് പോകും. ഷിൻകാൻസെൻ ടെക്നോളജി. ഓക്കെ, അപ്പം ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഇന്ത്യയിൽ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റ് ആയിരുന്നു ഏത്? മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അടുത്തത്, what is the purpose of the കവച് സിസ്റ്റം ഇൻ ഇന്ത്യൻ റെയിൽവേസ്? ഇന്ത്യൻ റെയിൽവേയുടെ കവച് സിസ്റ്റം എന്ന് പറയുന്നത് എന്ത് ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയതാണെന്നാണ് ചോദിക്കുന്നത്. എൻഹാൻസിങ് സേഫ്റ്റി ബൈ പ്രിവെന്റിങ് കൊളീഷൻസ്. കൂട്ടിയിടികൾ പ്രിവെന്റ് ചെയ്യുക, കൂട്ടിയിടികൾ പ്രതിരോധിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. റെയിൽവേ ആക്സിഡൻസ്, അതായത് സിഗ്നലിന്റെ എന്തെങ്കിലും ഫെയിലിയർ കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും മനുഷ്യന്മാരുടെ പ്രവർത്തികൾ കാരണമോ ഒക്കെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടാവും അല്ലെ. അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതെല്ലാം പ്രതിരോധിച്ച് നല്ല രീതിയിലുള്ള സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏത് പ്രോജക്റ്റിന്റെ അല്ലെങ്കിൽ ഏതൊരു ഇനീഷ്യേറ്റീവിന്റെ ഉദ്ദേശം? കവച് സിസ്റ്റം എന്നുള്ള ഇനീഷ്യേറ്റീവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ അല്ലെ? അടുത്തത്, what is the name of India's first solar powered train? ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ പവേർഡ് ട്രെയിനിന്റെ പേരെന്താണ്? സോളാർ എനർജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ട്രെയിനിന്റെ പേരെന്താണെന്നാ ചോദിക്കുന്നത്. സോളാർ പവർ ഡെമു എന്നാണ് അതിന്റെ പേര്. സോളാർ പവർ ഡെമു 2017 അത് തുടക്കം കുറിച്ചത്. ഓക്കെ, എന്താണ്? സോളാർ പാനൽസ് ഉപയോഗിച്ചിട്ടാണ് ആ ട്രെയിനിലുള്ള ലൈറ്റും ഫാനും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ പവേർഡ് ട്രെയിൻ ഏതായിരുന്നു? സോളാർ പവർ ഡെമു ആണ്. 2017 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനകത്തുള്ള ഫാനും ലൈറ്റും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്തിലാണ്? സോളാർ പാനലുകൾ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, which railway zone generates the highest revenue in India? ഇന്ത്യയിലെ ഏറ്റവും അധികം വരുമാനമുള്ള റെയിൽവേ സോണ് നമ്മുടെ റെയിൽവേ സോൺ ആണ്. സോറി, നമ്മുടെ അല്ല, ഞാൻ സദേൺ റെയിൽവേ എന്ന് പറഞ്ഞിട്ടാണ് നോക്കിയത്. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ആണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും അധികം വരുമാനമുള്ള റെയിൽവേ എന്ന് പറയുന്നത് ഏതാണ്? സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ആണ്. ഓക്കെ, which of the following is
നോട്ട് എ റെയിൽവേ ഫിനാൻഷ്യൽ സോഴ്സ്. അതായത് നമുക്ക് കുറച്ച് സോഴ്സ് തന്നിട്ടുണ്ട്, അതിനകത്ത് റെയിൽവേ ഫിനാൻഷ്യൽ സോഴ്സ് ഏതല്ല എന്നാ ചോദിക്കുന്നത്. അഗ്രികൾച്ചറൽ സബ്സിഡി റെയിൽവേ ഫിനാൻഷ്യൽ സോഴ്സ് അല്ല. ഓക്കെ, എനിവേ അതുവിടെ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ DFCCL എന്നൊക്കെ നമ്മൾ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എക്സാം ഒക്കെ DFCCILന്റെ എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രൈറ്റ് ട്രാൻസ്പോർട്ട് എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ ഈ ഒരു എന്താ പറയാ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള റെയിൽവേ നെറ്റ്വർക്ക് ആണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈറ്റ് ട്രെയിൻ ഉണ്ടല്ലോ, അതായത് ഗുഡ്സ് ട്രെയിൻ, അതിന്റെ സ്പീഡ് കൂട്ടുക, അതുപോലെ പാസഞ്ചർ റൂട്ടുകളിലുള്ള കഞ്ചഷൻ റെഡ്യൂസ് ചെയ്യുക. അതായത് ഇപ്പൊ പാസഞ്ചർ ട്രെയിൻ പോകുന്ന അതേ സമയത്ത് അല്ലെങ്കിൽ അതേ റൂട്ടിൽ കൂടെ തന്നെ ഫ്രൈറ്റ് ട്രെയിൻ പോയി കഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള റെയിൽവേയുടെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് എക്സാംസ് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. DFCCILന്റെ എക്സാംസ് ഒക്കെ എഴുതുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് ഇപ്പം എല്ലാവരും പരിചയമായിട്ടുണ്ടാവും. ഞാൻ എഴുതുന്ന ടൈമിൽ ഇത് അത്രത്തോളം റെയിൽവേ എക്സാമിന്റെ അത്രത്തോളം ഒരു എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ഗ്ലാമർ ആയിട്ട് നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് ആയിരുന്നില്ല. അതിനകത്ത് എക്സിക്യൂട്ടീവ് പിന്നെ എന്താണ് അങ്ങനത്തെ പോസ്റ്റുകളാണുള്ളത്. നമ്മുടെ എഞ്ചിനീയറിംഗ് പോസ്റ്റുകളൊക്കെ അവിടെ എക്സിക്യൂട്ടീവ് എന്നുള്ള പേരിലാണ് അറിയുന്നത്. ഓക്കെ, അപ്പം അത് ജസ്റ്റ് പറഞ്ഞപ്പം ഒന്ന് പറഞ്ഞു വന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതെന്താണ്, ഈ ഒരു ഗുഡ്സ് ട്രെയിനിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെയാണ് അവിടെ നോക്കുന്നത്. ശരിക്കും നമ്മൾ പറയുന്ന ഗുഡ്സ് ട്രെയിനിന് പറയേണ്ട പേരെന്താണ്? ഫ്രൈറ്റ് ട്രെയിൻ എന്നാണ് അതിനെ പറയേണ്ടത്. ഓക്കെ, അത് ഇത്രയും നേരം പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഇൻ വിച്ച് ഇയർ വാസ് ദ ഫസ്റ്റ് എവർ ട്രെയിൻ ഇൻ ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ്? ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിന് ഏത് വർഷമായിരുന്നു വന്നത്? 1853. എവിടെ നിന്നാണ്? നിങ്ങളിൽ പലർക്കും അറിയാം, നമ്മള് കുഞ്ഞിലേ പഠിച്ചിട്ടുണ്ട്. മുംബൈ ടു താനെ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ ഓടിയിരുന്നത്. എന്നാണ്? ഏപ്രിൽ 16. 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ ഓടിയത്. എവിടെ നിന്നാണ്? മുംബൈ ടു താനെ. 34 കിലോമീറ്റർ ആയിരുന്നു അതിന്റെ ദൂരം എന്ന് പറയുന്നത്. 34 കിലോമീറ്റർ ആണ് അത് കവർ ചെയ്തത്. ഓക്കെ, മനസ്സിലായില്ലേ? ഏപ്രിൽ 16, അത് ഞാൻ ഇവിടെ എഴുതിയില്ല. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. Which state has the longest railway network in India? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ നെറ്റ്വർക്ക് ഉള്ളത്, റെയിൽവേ ലൈൻ ഉള്ളത് ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദിക്കുന്നത്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും അധികം റെയിൽവേ നെറ്റ്വർക്ക് ഉള്ളത്. ഉത്തർപ്രദേശിലാണ്. ഏകദേശം 8000 കിലോമീറ്റർ ആണ് കവർ ചെയ്യണത്. 8000 കിലോമീറ്റർ ആണ് ഉത്തർപ്രദേശിലെ റെയിൽവേ നെറ്റ്വർക്ക് കവർ ചെയ്യണത്. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്തത്, വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് മിഷൻ റഫ്താർ? മിഷൻ റഫ്താറിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്നാണ് ചോദിക്കുന്നത്. ടു ഡബിൾ ട്രെയിൻ സ്പീഡ്, ട്രെയിനുകളുടെ സ്പീഡ് കൂട്ടുക. ഓക്കെ, അതായത് എന്താണ് 160 കിലോമീറ്റർ പെർ അവർ. അതായത് നമ്മുടെ ഈ ഒരു പാസഞ്ചർ ട്രെയിൻ ഉണ്ടല്ലോ, പാസഞ്ചർ ട്രെയിനിന്റെ സ്പീഡ് 160 കിലോമീറ്റർ പെർ അവർ ആക്കുകയും ഫ്രൈറ്റ് ട്രെയിൻ അല്ലെങ്കിൽ ഗുഡ്സ് ട്രെയിനിന്റെ സ്പീഡ് 75 കിലോമീറ്റർ പെർ അവർ ആക്കുകയും എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് വന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഏത്? മിഷൻ റഫ്താർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 160 കിലോമീറ്റർ പെർ അവർ പാസഞ്ചർ ട്രെയിനിന്റെ സ്പീഡാണ്. 75 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് ഫ്രൈറ്റ് ട്രെയിനിന്റെ സ്പീഡ് ആയിട്ടും ഇത് ഇൻക്രീസ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പകുതിയാണ് ഇപ്പോൾ ഉള്ള സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് സ്റ്റേഷൻ ഇൻ ഇന്ത്യ സ്റ്റേഷൻ ഈസ് ഇന്ത്യാസ് ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ? ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഹൗറ ജംഗ്ഷൻ ആണ്. ഓക്കെ, ഹൗറ ജംഗ്ഷനിലാണ് എന്തുള്ളത്? ഏറ്റവും അധികം തിരക്കേറിയത്. കാരണം ഒരു ദിവസം തന്നെ 1000-ഓളം ട്രെയിനുകളാണ് ഹൗറ ജംഗ്ഷനിൽ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അധികം ട്രെയിൻ വരുന്ന റെയിൽവേ സ്റ്റേഷൻ എന്തുമായിരിക്കും? ഏറ്റവും അധികം തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും അല്ലെ. അപ്പം ഹൗറ ജംഗ്ഷൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് AI ബേസ്ഡ് ട്രെയിൻ? ഇന്ത്യയിലെ ആദ്യത്തെ AI ബേസ്ഡ് ട്രെയിൻ ഏതാണ്? വന്ദേ ഭാരത് ആണ് അല്ലെ. ഇന്ന് നമുക്കിടയിൽ വളരെയധികം ജനപ്രീതി നേടിയ ഒരു ട്രെയിനാണ് വന്ദേ ഭാരത് എന്ന് പറയുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ട്രെയിൻ ആയിട്ട് പറയുന്നത്. ഓട്ടോമാറ്റിക് ഡോർ ഓപ്പറേഷൻസും മോഡേൺ സേഫ്റ്റി ഫീച്ചേഴ്സും അതുപോലെ തന്നെ സ്പീഡും കാര്യങ്ങളും എല്ലാം ഉള്ള ട്രെയിനാണ് വന്ദേ ഭാരത് എന്ന് പറയുന്നത്. അടുത്തത്, ഹു വാസ് ദ ഫസ്റ്റ് റെയിൽവേ മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ? ഇൻഡിപെൻഡന്റ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മിനിസ്റ്റർ ആരായിരുന്നു? ജോൺ മത്തായി ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി എന്ന് പറയുന്നത്.
ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് റെയിൽവേ ബഡ്ജറ്റിനെ കുറിച്ച് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്. അപ്പം ഇത് നിങ്ങൾ ഒന്ന് പഠിക്കുക. നമ്മൾ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യണതായിരിക്കും. അപ്പം ഇന്നിപ്പോ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണുള്ളൂ. ഇതൊന്ന് വൃത്തിയായിട്ട് പഠിക്കുക. ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഗൂഗിൾ സെർച്ച് ഒക്കെ നടത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് നോട്ട് പോലെ എഴുതി വെച്ചിട്ട് പഠിക്കാനായിട്ട് പറ്റും. അതല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പ്രിപ്പറേഷൻ എഴുതിയാലും നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട പോയിന്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം പറഞ്ഞു തന്ന കാര്യങ്ങളും കേട്ട കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സ്റ്റഡി പ്ലാനിൽ നമ്മളോടൊപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യാം. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്